അനുജ, ഈ PMC പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് അയച്ചെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇനി എന്താകുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന്റെ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ. ഏകപക്ഷീയമായി സംസ്ഥാനത്ത് പിന്മാറാൻ കഴിയുന്ന വ്യവസ്ഥകൾ ധാരണാപത്രത്തിലില്ല. മറ്റൊരു കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ശേഷം അത് മരവിപ്പിക്കണമെന്നോ മറ്റോ ആവശ്യപ്പെടാൻ കഴിയുമോ? അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ വ്യവസ്ഥയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ തന്നെ ഇതിനകം ചർച്ചയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി വരാൻ പോകുന്നത്. അതനുസരിച്ചായിരിക്കും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക. ഈ PMC പദ്ധതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം ആത്മാവായുള്ള ഒരു പദ്ധതിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ, CPM-ന്റെ, CPI-യുടെയൊക്കെ പ്രഖ്യാപിതമായ നിലപാട്. ആ നിലപാടിന് ഘടകവിരുദ്ധമായ അജണ്ടകൾ, ആശയങ്ങൾ ഉൾക്കൊള്ളും ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാന ഘടകമായ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ അതിന് പഠനം നടത്താനുള്ള ചുമതല 7-അംഗ ഉപസമിതിക്കാണ്. ഉപസമിതിയുടെ ഷെഡ്യൂൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഉപസമിതിയുടെ യോഗം ചേരുകയോ അതിന് ഷെഡ്യൂൾ എന്നത്തേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാവും തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അനുജ, അതാണ് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു കേരളം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയം മുൻപാണ് ശ്രീജിത്ത് ആ വാർത്ത പുറത്തുവിട്ടത്. PM-ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPI അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു, യോഗങ്ങളിൽ പ്രതിഷേധം അറിയിക്കുന്നു. അതുകൂടാതെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പോൾ കാണാം, ഇനി വൈകിപ്പിക്കാൻ അനുവദിക്കില്ല, ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല, ഇനിയും വൈകുകയാണെങ്കിൽ അത് അപ്പോൾ കാണാം എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും കത്തയച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുൻപാണ് വന്നത്. ഇതിൽ അതൃപ്തി അറിയിക്കാൻ CPI മന്ത്രിമാർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനി കേന്ദ്രത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് നിർണായകമാകാൻ പോകുന്നത്. കൂടാതെ ഇവിടെ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഉപസമിതി പഠിച്ചതിന് ശേഷമാകും ഇതിൽ തുടർ തീരുമാനങ്ങളിലേക്ക് പോവുക. തൽക്കാലത്തേക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു, മരവിപ്പിക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് കേന്ദ്രം എങ്ങനെയാണ് അതിനെ കണക്കിലെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. ശ്രീജിത്ത്, ഇതിൽ കുറച്ച് ഫണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ SSKയുടെ കുറച്ച് ഫണ്ട് ഇതിനോടകം തന്നെ അത് സുപ്രീം കോടതിയിൽ കേന്ദ്രം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് വിട്ടു നൽകിയിരുന്നു. അപ്പോൾ ബാക്കി എന്ത് എന്നുള്ളതിലേക്ക് നിയമപരമായി തന്നെ നീങ്ങണം എന്നുള്ളതാകുമോ CPI? അന്നും മുൻപും ഇത് തന്നെയാണ് അവരുടെ നിലപാട്, നിയമപരമായ നടപടികൾ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാകുമോ മുന്നോട്ടുള്ള CPIയുടെ തീരുമാനവും? അനുജ, CPIക്ക് മാത്രമായി സർക്കാരിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. അത് LDF-ന്റെ പൊതുനയത്തിന്റെ അനുസരിച്ച് സർക്കാർ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. എന്നാൽ അനുജ സൂചിപ്പിച്ച പോലെ CPI ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ SSK ഫണ്ടിനെ PMC പദ്ധതിയുമായി ബന്ധപ്പെടുത്തരുത്, അത്തരമൊരു ബന്ധപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് SSK ഫണ്ട് ലഭിക്കണമെങ്കിൽ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടേ മതിയാകുമെന്ന ഉപാധി ഒരു തരത്തിലും അംഗീകരിക്കരുത് എന്നതാണ് CPIയുടെ നിലപാട്. അപ്പോൾ സർക്കാരിന് ലഭിക്കാനുള്ള, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുള്ള പണം എങ്ങനെ ലഭിക്കുമെന്ന ചോദ്യത്തിന് CPI നൽകുന്ന ഉത്തരമാണ് നിയമ നടപടി എന്നത്. ബംഗാളിന്റെയും പശ്ചിമ ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും മറ്റും മാതൃക സ്വീകരിച്ച് ഫണ്ട് നേടിയെടുക്കാൻ നിയമപരമായ നടപടികളിലേക്ക് സർക്കാർ പോകണം എന്നതാണ് CPI നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. നേരത്തെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബില്ലുകൾ ഒപ്പിടാത്ത കാര്യത്തിലും മറ്റും കേന്ദ്രത്തെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിയമവ്യവഹാരങ്ങളിലേക്ക് സർക്കാർ പോയിരുന്നു. എന്നാൽ ഈ ഫണ്ട് തടഞ്ഞു വെക്കുന്ന കാര്യത്തിൽ ഇതുവരെയും അത്തരമൊരു നടപടിയിലേക്ക്, പ്രത്യേകിച്ചും SSK ഫണ്ടിന്റെ കാര്യത്തിൽ പ്രത്യേകമായി ഒരു നിയമ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിട്ടില്ല. അത് CPI ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പൊതു തീരുമാനമായി ഇതുവരെയും വന്നിട്ടില്ല. അതാണ് ഇനിയിപ്പോൾ എന്താകും അതിലെ തുടർ നീക്കങ്ങൾ എന്നുള്ളതും പ്രധാനമാകാൻ പോവുകയാണ്. ഏതായാലും തൽക്കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മരവിപ്പിച്ച് നിർത്തുകയാണ് ഈ കരാർ എന്നുള്ള തരത്തിൽ ആ തീരുമാനം കേരളം അറിയിച്ചിരിക്കുന്നു. ഇനി കേന്ദ്രത്തിന് എന്ത് പറയാനുണ്ട് എന്നതാണ് അറിയാൻ നമ്മൾ കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.